എത്രയൊക്കെ ട്രൈ ചെയ്താലും ചിലരുടെ മുന്നിൽ നിങ്ങൾ ഇപ്പോഴും പഴയ പോലെ ദേഷ്യപ്പെടാറുണ്ടോ? നമ്മൾ വിശ്വസിക്കുന്നതിനപ്പുറം ചിന്തിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിക്കാനും പഠിപ്പിക്കുന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ, നമ്മളിൽ എത്ര പേർ സ്വയം മെച്ചപ്പെടാൻ വേണ്ടി ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് കേട്ടിട്ടുണ്ട്. എല്ലാം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി മുതൽ ഞാൻ എല്ലാം മാറ്റും, ആരും എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല എന്ന്. തീർച്ചയായും നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അത് ചെയ്യാറുണ്ട്, അല്ലേ? എന്നാൽ എത്രയൊക്കെ അറിവുണ്ടായിട്ടും എത്രയൊക്കെ ശ്രമിച്ചിട്ടും ചില പ്രത്യേക സാഹചര്യങ്ങളിലോ ചില മനുഷ്യരുടെ മുന്നിലോ എത്തുമ്പോൾ നമ്മൾ വീണ്ടും പഴയ പോലെ ദേഷ്യപ്പെടാറില്ലേ? ആകെ ദേഷ്യം വന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാറില്ലേ? ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നെക്കൊണ്ട് ഇതിനൊന്നും കഴിയില്ല, എൻ്റെ ഭാഗത്താണ് തെറ്റെന്ന്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ റിയാക്ഷൻസിനെ വെറുതെ കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണ്. അല്ലാതെ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. സത്യത്തിൽ നമ്മുടെ ഈ പെട്ടെന്നുള്ള റിയാക്ഷൻസ് വരുന്നത് ഈ പ്രസന്റ് മൊമെന്റിൽ നിന്നല്ല, അത് നമ്മുടെ പാസ്റ്റിൽ നിന്ന്, അതായത് നമ്മൾ ഇതുവരെ മറക്കാനും ഹീൽ ചെയ്യാനും ശ്രമിക്കാത്ത ചില പഴയ അനുഭവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മുറിവുകളിൽ നിന്നും ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം നമ്മൾ തിരിച്ചറിയാത്തിടത്തോളം കാലം സാഹചര്യങ്ങൾ ചിലപ്പോൾ മാറിയാലും ആളുകൾ മാറിയാലും നമ്മുടെ ജീവിതത്തിൽ ഇതേ ഇമോഷണൽ പാറ്റേൺസ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കാര്യത്തോടും അമിതമായിട്ട് റിയാക്ട് ചെയ്യാതെ നമ്മുടെ മനസ്സിനെ നല്ലൊരു ബാലൻസിൽ കൊണ്ടുപോകാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ്. അതായത് ഒന്നിനോടും അനാവശ്യമായി പ്രതികരിക്കാത്ത, ഉള്ളിൽ പൂർണ്ണമായിട്ട് സമാധാനമുള്ളൊരു വ്യക്തിയായിട്ട് നമുക്ക് എങ്ങനെ മാറാം എന്നതിനെ കുറിച്ച്. പലരും ചിന്തിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ട്രിഗർ ആകുന്നത് അല്ലെങ്കിൽ ദേഷ്യം വരുന്നത് ഒരു വലിയ പ്രോബ്ലം ആണെന്നാണ്. പക്ഷെ ശരിക്കുള്ള സത്യം എന്താണെന്നോ, ഈ ട്രിഗർ ആവുക എന്നത് ഒരു പ്രോബ്ലം ഒന്നുമല്ല, അതൊരു സിഗ്നലാണ്. നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു മുറിവുണ്ട്, അതിലേക്ക് നമ്മൾ അറ്റൻഷൻ കൊടുക്കണം എന്ന് കാണിച്ചു തരുന്നൊരു സിഗ്നൽ. ഇതിൽ നമ്മൾ ഒട്ടും നാണിക്കേണ്ട ആവശ്യമില്ല. പകരം നമ്മളൊരു ക്യൂരിയോസിറ്റിയോടെ അതിനെ നോക്കി കാണണം. എന്തുകൊണ്ടാ എനിക്ക് ഈ സാഹചര്യത്തിൽ ഇത്രയും ദേഷ്യം വന്നത് എന്ന് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം. നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. നമ്മൾ ഓരോ തവണ ട്രിഗർ ആവുമ്പോഴും നമ്മുടെ ഉള്ളിലെ ഹീലാവാത്ത ഏതോ ഒരു സെൻസിറ്റീവായ ഭാഗമാണ് പുറത്തു വരുന്നത്. സാധാരണയായിട്ട് ആരെങ്കിലും നമ്മളെ വിഷമിപ്പിച്ചാൽ നമ്മൾ പുറത്തുള്ള ആളുകളിലേക്കാണ് കൂടുതൽ നോക്കുന്നത്, അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്? അവരെന്നോട് എന്തിനാ അങ്ങനെ പറഞ്ഞേ, അല്ലെങ്കിൽ അവർക്ക് എന്നോട് എന്താ ഇത്ര ദേഷ്യം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നേരെ തിരിച്ചാണ്. നമ്മൾ നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കേണ്ടത്. അവർ പറഞ്ഞ കാര്യം എന്നെ ഇത്രത്തോളം ബാധിക്കാൻ എന്താണ് കാരണം എന്ന് ചോദിക്കണം. നമ്മുടെ ഇമോഷൻസിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അതായത് നമ്മുടെ വണ്ടിയുടെ ഫ്യൂവൽ തീരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാകുമ്പോഴോ ഒരു ലൈറ്റ് കത്താറില്ലേ, അതിനെ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ടോ? ഇല്ല, കാരണം അതൊരു സൂചനയാണ്. അതുപോലെ നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ മനസ്സ് നമുക്ക് തരുന്ന ഒരു സൂചനയാണ്. അവിടെ നമ്മൾ സ്വയം നാണക്കേട് വിചാരിക്കേണ്ട ഒരു കാര്യവുമില്ല. അതിനു പകരം എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എനിക്ക് ഇത്രയും ദേഷ്യം വന്നത് എന്ന് സ്വയം ചോദിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്കൊന്നും പഠിക്കാൻ കഴിയില്ല. എന്നാൽ ആ ക്യൂരിയോസിറ്റിയോടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളറകളിൽ എന്താ നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ തവണ നിങ്ങൾ ദേഷ്യപ്പെടുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും വേദനിക്കുമ്പോഴും ഭയപ്പെടുമ്പോഴും നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും പൂർണ്ണമായിട്ടും മുക്തി നേടാനുള്ള ഒരു ഭാഗത്തെയാണ് അത് കാണിച്ചു തരുന്നത്. സാധാരണയായി നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് നോക്കാറുള്ളത്? പുറത്തോട്ടല്ലേ? അയാൾ എന്നോട് എന്തിനാണ് അങ്ങനെ പറഞ്ഞേ, അവർ എന്നെ എന്തിനാ വേദനിപ്പിച്ചേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ നമ്മൾ മറ്റുള്ളവരെ ചോദ്യം ചെയ്യും. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് നേരെ തിരിച്ചാണ്. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം, എന്നിട്ട് ചോദിക്കണം, അവർ പറഞ്ഞത് എന്നെ ഇത്രയധികം ബാധിക്കാൻ എന്താണ് കാരണം? ഇതിനുള്ളൊരു സിമ്പിളായിട്ടുള്ള ഉദാഹരണം പറയാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഒരു മുറിവുണ്ടെന്ന് വിചാരിക്കാം. ആ മുറിവ് ഉണങ്ങിയിട്ടില്ലെങ്കിൽ അതിൽ അല്പം ഉപ്പ് വീണാൽ ഭയങ്കര വേദനയായിരിക്കും, അല്ലേ? എന്നാൽ ആ മുറിവ് പൂർണ്ണമായിട്ട് ഉണങ്ങിയതാണെങ്കിലോ
ഉപ്പ് വീണാലും ഒന്നും സംഭവിക്കില്ല, ഒരു വേദനയും ഉണ്ടാവില്ല. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. പുറത്തു നിന്നുള്ള ആളുകളുടെ വാക്കുകളോ സാഹചര്യങ്ങളോ ആണ് ഈ ഉപ്പ്. നമ്മുടെ ഉള്ളിൽ പഴയ ചില മുറിവുകൾ ഉണങ്ങാതെ കിടക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഇത്രയും വേദനിക്കുന്നത്. അപ്പോൾ ലൈഫ് നമുക്ക് തരുന്ന ഒരു മെസ്സേജ് ആണിത്. നിന്റെ ഉള്ളിൽ ഇനിയും ഹീൽ ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട്, അതിൽ ഫോക്കസ് ചെയ്യൂ എന്ന്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്തിനും ഏതിനും ഒരു മീനിങ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു മെഷീൻ പോലെയാണ്, ശരിയല്ലേ? ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ആ വാക്കുകളല്ല നമ്മൾ ട്രിഗർ ചെയ്യുന്നത്, പകരം നമ്മുടെ മൈൻഡ് ആ വാക്കുകൾക്ക് കൊടുക്കുന്ന നെഗറ്റീവ് മീനിങ് ആണ് നമ്മളെ സങ്കടപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആരെങ്കിലും നമ്മുടെ മുന്നിലേക്ക് പെട്ടെന്ന് ഒരു വണ്ടി വെട്ടിച്ച് കയറ്റി എന്ന് വിചാരിക്കാം. ചിലർ അത് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകും. എന്നാൽ മറ്റു ചിലരോ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ഹോണടിക്കും. സാഹചര്യം ഒന്ന് തന്നെയാണ്, പക്ഷേ നമ്മൾ അതിന് കൊടുക്കുന്ന മീനിങ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അയാൾക്ക് എന്നെ ഒരു വിലയില്ല, അല്ലെങ്കിൽ എൻ്റെ സേഫ്റ്റി നോക്കുന്നില്ല എന്നൊക്കെ നമ്മുടെ മൈൻഡ് ചിന്തിക്കുമ്പോഴാണ് അവിടെ ദേഷ്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കാൻ പഠിക്കുക? ഈ പ്രതികരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കല്ല് പോലെ, അല്ലെങ്കിൽ ഒരു വികാരവും ഇല്ലാത്തൊരു പ്രതിമ പോലെ ആകണമെന്നൊന്നും അല്ല കേട്ടോ അതിനർത്ഥം. നമുക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരും, എന്നാൽ ആ ഒരു ഫീലിംഗ് വന്ന് നമ്മൾ അതിലേക്ക് ചാടി വീണ് പ്രതികരിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഉള്ളിൽ എന്താ നടക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ആ ഒരു ആത്മബോധം, അതായത് സെൽഫ് അവെയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പ്രധാനം. അപ്പോൾ ഈ ഫീലിങ്സ് ഒരിക്കലും നമ്മുടെ ശത്രുക്കളല്ല, പക്ഷെ അവ നമ്മളെ ഭരിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ഒരു നിമിഷം ശാന്തമായിട്ടിരുന്ന് ചിന്തിക്കുക, എന്തുകൊണ്ടാണ് എനിക്കിപ്പോഴും ഈ സാഹചര്യത്തിൽ ദേഷ്യം വരുന്നത്? എൻ്റെ പാസ്റ്റിലെ ഏത് കാര്യമാണ് ഇതെന്നെ ഓർമ്മിപ്പിക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി വരും, നിങ്ങൾ കൂടുതൽ വളരും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് മറ്റുള്ളവർ നമ്മളോട് പെരുമാറുന്ന രീതി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നത് അവരുടെ ഉള്ളിലെ ഹീൽ ചെയ്യാത്ത ട്രോമ കൊണ്ടാണ്. ഒരു 40 വയസ്സുള്ള ആൾ മറ്റുള്ളവരോട് ഭയങ്കരമായിട്ട് ചൂടാകുന്നത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ 40 വയസ്സുള്ള ശരീരത്തിൽ ഇപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ കുട്ടിയുണ്ടെന്നാണ്. ആളുകൾ നിങ്ങൾ കാണുന്നത് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയല്ല, പകരം അവർ ഏത് രീതിയിലാണോ ചിന്തിക്കുന്നത്, അവരുടെ ഉള്ളിലെ മുറിവുകൾ എങ്ങനെയാണോ ആ ലെൻസിലൂടെയാണ് അവർ നിങ്ങളെ നോക്കിക്കാണുന്നത്. അതായത് മനുഷ്യർ നിങ്ങളെ നിങ്ങളായിട്ടല്ല കാണുന്നത്, അവർ നിങ്ങളെ കാണുന്നത് അവരുടെ അനുഭവങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ഭൂതകാല മുറിവുകൾ എന്നിവയിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ എത്രയൊക്കെ വ്യക്തമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചാലും ചില മനുഷ്യർ നിങ്ങളെ തെറ്റിദ്ധരിച്ചു കൊണ്ടേയിരിക്കും. അത് നിങ്ങളുടെ പരാജയമൊന്നുമല്ല, അവരുടെ കാഴ്ചപ്പാടിന്റെ പരിമിതിയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ജീവിതത്തിൽ ചില ബൗണ്ടറീസ് സെറ്റ് ചെയ്യുമ്പോൾ പണ്ട് മറ്റുള്ളവരാൽ ഒറ്റപ്പെട്ടു പോയ അനുഭവം ഉള്ള ഒരാൾക്ക് അത് റിജക്ഷൻ ആയിട്ടായിരിക്കും തോന്നുന്നത്. നിങ്ങൾ നല്ല കോൺഫിഡൻസോടെ സംസാരിക്കുമ്പോൾ ഉള്ളിൽ ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാൾക്ക് അത് അഹങ്കാരമായി ചിലപ്പോൾ തോന്നാം. നിങ്ങൾ സത്യസന്ധമായി കാര്യം പറയുമ്പോൾ സത്യത്തെ ഫേസ് ചെയ്യാൻ മടിയുള്ള ഒരാൾക്ക് അത് അറ്റാക്കായി തോന്നും. ഇവിടെ നിങ്ങൾ മാറേണ്ട ആവശ്യമില്ല, കാരണം പ്രശ്നം അവരുടെ കാഴ്ചപ്പാടിനാണ്. ചില ആളുകൾ അവരുടെ ഉള്ളിലെ ലെവൽ അനുസരിച്ച് നമ്മളെ മനസ്സിലാക്കൂ. അവരെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും നമ്മുടെ വ്യക്തിത്വം മാറ്റുകയോ സ്വയം ചെറുതാവുകയോ ചെയ്യരുത്. നമ്മൾ മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് കേൾക്കണം, പക്ഷേ അവർ അവരുടെ ഉള്ളിലെ ദേഷ്യം നമ്മുടെ മേൽ തീർക്കുന്നതാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പഠിക്കണം. നമ്മളെ മനസ്സിലാക്കില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്ന ഒരാൾക്ക് മുന്നിൽ നമ്മൾ സ്വയം വിശദീകരിച്ച് സമയം കളയേണ്ടതില്ല. ഇനി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? സെൽഫ് ആക്സെപ്റ്റൻസ്. അതായത് നമ്മൾ നമ്മളെപ്പോലെ തന്നെ അംഗീകരിക്കുക. മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിലല്ല കാര്യം, നമ്മൾ നമ്മളെ 100% അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നതാണ് പ്രധാനം. ഇതിനെയാണ് യഥാർത്ഥ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ഒരു സ്വയം കണ്ടെത്തലിന്റെ യാത്രയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, സമാധാനം എന്നത് മറ്റുള്ളവരുടെ അംഗീകാരത്തിൽ നിന്നല്ല വരുന്നേ, പകരം നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിൽ നിന്നാണെന്ന്. അപ്പൊ പറഞ്ഞു വന്നത്, നിങ്ങൾ നിങ്ങളെ 100% സ്വീകരിക്കുകയാണെങ്കിൽ പിന്നീട് ചുറ്റുമുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് നിങ്ങളെ ബാധിക്കുകയില്ല. സ്വയം സ്നേഹിക്കുക, സ്വയം അറിയുക എന്നതാണ് ഈ ജീവിതത്തിൽ നമുക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ
അറിവ്. എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ട്രിഗേഴ്സ് ഉണ്ടാവില്ല എന്നല്ല ഇതിനർത്ഥം. സാഹചര്യങ്ങൾ ഇനിയും വരും. പക്ഷേ ശരിക്കുള്ള ഹീലിംഗ് എന്ന് പറയുന്നത് ആ ട്രിഗേഴ്സിനോടുള്ള നമ്മുടെ റിയാക്ഷൻ മാറുന്നതാണ്. പണ്ട് നമ്മുടെ ഒരു ദിവസം മുഴുവൻ നശിപ്പിച്ചിരുന്ന ഒരു നെഗറ്റീവ് കമൻറ്റ് ഇന്ന് നമ്മളെ ഒട്ടും ബാധിക്കാതെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ വളർച്ച. ഈ പുറത്തുള്ള ലോകത്തെ മാറ്റാൻ നമ്മളാൽ കഴിയില്ല. പക്ഷേ നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഇന്നർ സ്റ്റേറ്റിനെയും കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ആ ഒരു പീസ്ഫുൾ ആയ അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്വയം വളരാനും മെച്ചപ്പെടാനും നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. പിന്നെ ഒരു പ്രധാന കാര്യം കൂടി, സ്വയം മെച്ചപ്പെടുത്താനും മാനസികമായി കൂടുതൽ കരുത്താകാനും ആഗ്രഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കായി ഒരു പുതിയ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഡെയിലി മോട്ടിവേഷനും ലൈഫ് ടിപ്സും ഒക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. മറക്കാതെ ജോയിൻ ചെയ്യല്ലോ. അപ്പോൾ ഓർക്കുക, ലക്ഷ്യം എന്ന് പറയുന്നത് റിയാക്ഷൻസ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണം എന്നതല്ല. പകരം നമ്മുടെ ഉള്ളിൽ റിയാക്ട് ചെയ്യണം എന്ന് തോന്നിപ്പിക്കുന്ന ആ പഴയ മുറിവുകളെ സ്നേഹത്തോടെ ഹീൽ ചെയ്തെടുക്കുക എന്നതാണ്. സാഹചര്യങ്ങളെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങളെ മാറ്റാൻ അനുവദിക്കാതിരിക്കുക. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്